വരണം വരണം ഇന്ദുചൂടൻ കുറച്ചു നാളായി കയ്യും കാലും ഒക്കെ എന്ന് നിവർത്തിയിട്ട്. ഈ ഡയലോഗ് കഴിഞ്ഞാൽ പിന്നെ പൊരിഞ്ഞ ഇടിയാണ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട നായകനും വില്ലനും തമ്മിലുള്ള ഒന്നാം തരം ഫൈറ്റ്. ഭീമൻ രഘുവിന്റെ മോഹൻലാൽ പഞ്ഞിക്കിടുന്ന സീനും അതിന് മുന്നോടിയായുള്ള ഈ ഡയലോഗും മലയാളികൾക്ക് എന്നും നൊസ്റ്റാൾജി ഉണർത്തുന്നതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായത് ഭീമൻ രഘുവിന്റെ ഈ വാവിട്ട ഡയലോഗാണ്. ജനങ്ങളിൽ ആവേശം നിറയ്ക്കാൻ ഉദ്ദേശിച്ചാണ് തുടങ്ങിയതെങ്കിൽ എത്തിച്ചേർന്നത് മുട്ടൻ ഒരു തെറിയിലേക്കായിരുന്നു. പാലക്കാട് ഒരു ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനിടെയാണ് സംഭവം നടന്നത്. ഉദ്ഘാടനം കഴിഞ്ഞുള്ള ഭീമന്റെ പ്രസംഗത്തിനിടയിൽ കുറച്ച് ആവേശം കൂടിപ്പോയി. കാഴ്ചക്കാരെ ആവേശത്തിലാക്കാൻ താരത്തിന്റെ പൊടിക്കൈ പക്ഷേ സോഷ്യൽ മീഡിയകളിൽ ചിരി പടർത്തുകയാണ്. മോഹൻലാലിന്റെ ഹിറ്റ് ചിത്രമായ നരസിംഹത്തിൽ താൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ഡയലോഗാണ് ഭീമൻ രഘു പറഞ്ഞത്. എന്നാൽ അമിതാവേശത്തിൽ പറഞ്ഞ ഡയലോഗ് ഒടുവിൽ മുട്ടൻ തെറിയിലാണ് അവസാനിച്ചത്. നാളെ കുറെ അയാളുടെ കൈയുടെ കാലിന്റെ തരിപ്പ് തീർത്തിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് കോട്ട മൈതാനം വരെ ഓടിച്ചിട്ട് തല്ലിയ മോനെ, സോറി അത് പടത്തിൽ പറഞ്ഞിട്ടില്ല. ജനങ്ങളിപ്പോ നിങ്ങളെല്ലാവരും എന്നെ അറിയാൻ, എനിക്ക് നിങ്ങളെല്ലാവരും. ആ മോനെ ശരിക്കും നിനക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. താരത്തിന്റെ ഈ പുതിയ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. വിമർശനങ്ങളും ട്രോളുകളും എത്തിയതോടെ വിശദീകരണവുമായി ഭീമൻ രഘു രംഗത്തെത്തിയിട്ടുണ്ട്. അതൊരു വരുത്തി വെച്ച വിനയെന്നാണ് ഭീമൻ രഘു പറയുന്നത്. ആ സിനിമയിലെ ഡയലോഗ് പറയുക മാത്രമാണ് താൻ ചെയ്തതെന്നും വേഗത്തിൽ പറയുന്നതിനിടെ ഒരു വാക്ക് നാക്കുപിഴയായി കയറിക്കൂടിയതെന്നുമാണ് ഭീമൻ രഘുവിന്റെ വിശദീകരണം. പാലക്കാട് പമ്പാനിധി എന്ന ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഓഫീസ് ഉദ്ഘാടനത്തിന് പോയപ്പോൾ ആരോ എടുത്ത വീഡിയോ ആണത്. നരസിംഹം എന്ന സിനിമയിലെ തന്റെ കഥാപാത്രം പറയുന്ന ഡയലോഗ് പറയുന്നതിനിടെ ഒരക്ഷരം വിഴുങ്ങിയാണ് സിനിമയിൽ പറഞ്ഞത്. എങ്കിലും ഉദ്ദേശിച്ചത് ആ വാക്ക് തന്നെയാണല്ലോ. ആ പരിപാടിക്ക് ചെന്നപ്പോൾ അവിടുത്തെ നാട്ടുകാർ ആ ഡയലോഗ് വേദിയിൽ പറയാൻ നിർബന്ധിച്ചു. ഡയലോഗ് പറഞ്ഞു വന്നപ്പോൾ ആ മുഴുവൻ വാക്ക് വായിൽ നിന്ന് വീണുപോയി. അതാരോ വീഡിയോ എടുത്ത് അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അത് പറയണമെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പക്ഷെ ഡയലോഗ് മുഴുവൻ സ്പീഡിൽ പറഞ്ഞു വന്നപ്പോൾ ഒരു അതിൽ കയറിക്കൂടി. അതൊരു നാക്കുപിഴയായി കണ്ടാൽ മതി. അത് പറയാൻ താൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഒരു വരുത്തി വെച്ച വിന ആരെയും വിഷമിപ്പിക്കാനോ മുറിപ്പെടുത്താനോ ഉദ്ദേശിച്ചില്ല. ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലും വിഷമം തോന്നുന്നെങ്കിൽ അവരോടെല്ലാം ക്ഷമ ചോദിക്കുന്നു എന്നാണ് ഭീമൻ രഘു ഇതേക്കുറിച്ച് പറയുന്നത്. എന്നാൽ ഭീമൻ രഘുവിന്റെ വിശദീകരണമൊന്നും ട്രോളന്മാരെയോ വിമർശകരെയോ ബാധിച്ചിട്ടില്ല. സംവിധായകൻ രഞ്ജിത്ത് മണ്ടൻ എന്ന് വിളിച്ചത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റുകളാണ് ഭീമൻ രഘുവിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്.